ഞാൻ ഒരു സെഗ്മെന്റിലേക്ക് പോട്ടെ. ഇപ്പം മകനെ അമ്മയ്ക്കാണോ ഭാര്യയ്ക്കാണോ നന്നായിട്ട് അറിയാം എന്ന സെഗ്മെന്റിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഭയങ്കര അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഭയങ്കര ക്രേസ് ആയിട്ട് ഇവർക്ക്. അതാ ഞാൻ പറഞ്ഞത്, രണ്ടുപേരും മത്സരമായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും അക്കാര്യത്തിൽ ഭയങ്കര ക്രേസ് ആണ് മത്സരം, ഇതുപോലെ ഗെയിം കളിക്കാൻ. അപ്പം രണ്ടുപേരും ആഗ്രഹിച്ച പോലെ ഒരു ഗെയിമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. വീട്ടിൽ ഒരു ഗെയിമിലൊക്കെ മത്സരമായിരിക്കില്ലേ? ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് രണ്ടുപേരും. മമ്മിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഗെയിം കളിക്കാൻ. എപ്പോഴും മമ്മി നമുക്ക് ഞാൻ എപ്പോഴും തോറ്റു പോകുന്ന അമ്മ ജയിക്കും കേട്ടോ. എത്ര സോപ്പൂട്ടി ഇരിപ്പണെന്ന് പറയുന്നത്. ഇവിടെ ഒരു വായനശാല ഉണ്ട് തൊട്ടടുത്ത്. അവിടെയുള്ള ഒരു പരിപാടി അമ്മ വിടത്തില്ല. ഓണത്തിനായാലും ക്രിസ്മസിനായാലും സ്വാതന്ത്ര്യത്തിനായാലും അവിടെ പോവാ, സോപ്പിട്ട് മേടിക്കുക. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. പണ്ട് ഇപ്പൊ എന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എന്റെ പിള്ളേര് ജയിച്ചിരിക്കണമെന്നാ. അതൊന്നും നേരത്തെ പറഞ്ഞിട്ടോ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു മമ്മി ജയിക്കാനുള്ള സാധ്യത. രണ്ടുപേർക്കും വർഷങ്ങളായിട്ട് അറിയുന്ന മകനെ കുറിച്ചും ഹസ്ബൻഡിനെ കുറിച്ചാണ്. ഓക്കെ, ഇന്നിവിടെ ഒരു അടി നടക്കും. ഒരിക്കലും പ്രതീക്ഷിക്കണം, ഒരിക്കലും നടക്കില്ല. അപ്പം ആദ്യത്തെ ചോദ്യം ഇതാണ്. ഔസി ചേട്ടന് ഏറ്റവും ദേഷ്യം വരുമ്പോ ചെയ്യുന്ന ഒരു കാര്യം. സത്യം എഴുതരുത് കേട്ടോ. സത്യം മാത്രം എഴുതാ. ഏത് കഴിയുമ്പോ പറയണം, ഹെൽപ്പ് ചെയ്യരുത്. ഓക്കെ, യെസ്. എന്തായിരുന്നു? ദേഷ്യം വരുമ്പോ ഞാൻ ചിലപ്പോ ഷൗട്ട് ചെയ്യും. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ ഷൗട്ട് ചെയ്തു പോകുന്നതാണ്. അപ്പൊ തന്നെ ഞാൻ സോറിയും പറയാറുണ്ട്. കാര്യം വിളിച്ച് അത് കൂടുതലൊന്നും എഴുതരുത്. അതാണ് എഴുതിയത്. ഞാൻ എഴുതിക്കുന്നത് നല്ലതായിട്ട് ഒച്ച വെക്കുന്നതാണ്. അത് തന്നെയാണ് കറക്റ്റ് ആണ്. ഇവിടെ വായി തോന്നുന്നു പറയുന്നത് കറക്റ്റാ. അതെന്താന്ന് പറയാൻ പറ്റില്ല, തോന്നിയ മുഴുവൻ പറയും. അതാ ആദ്യം കൊറേ സമയം വേണ്ടി വന്നതുകൊണ്ട് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. പക്ഷെ ദേഷ്യപ്പെടാത്ത ആള് ദേഷ്യപ്പെടുമ്പോ. ഇനി ഔസി ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡ്. ഇത് കൊടുത്ത ആള് ഹാപ്പിയാണ്. ഫുഡിയാണെന്ന് എനിക്കറിയാം. ഇത് അവര് പാടുപെടും. കഴിഞ്ഞ പ്രാവശ്യം അടി ഒരു തർക്കം ഉണ്ടായത് അതിന്റെ പേരിൽ. ഞാൻ എഴുതി. ക്ലൂ ഒന്നും കൊടുക്കല്ലേ? ഓക്കെ, റെഡി? ഓക്കെ. എന്താ ഫേവറേറ്റ് ഫുഡ്? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എന്നാലും പെട്ടെന്ന് ഫേവറേറ്റ് ഫുഡായിട്ട് പറയാ എന്താ പറയാ, ഞാൻ എഴുതിയെന്ന് പറയടാ. അത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചിലപ്പോ ബിരിയാണി ആയിരിക്കും. ബിരിയാണിയാണ് ഫേവറേറ്റ് ഫുഡ്. ഓക്കെ, ഞാൻ എഴുതി അപ്പവും മുട്ടയാട്ടോ. ഓക്കെ. ഇവിടെ ബിരിയാണി. ഇതിന് മുന്നേ ഒരു ഗെയിം കളിച്ചപ്പോ അപ്പം മുട്ടക്കറി. അതാ ഞാൻ പറഞ്ഞ ഫുഡിന്റെ കാര്യം അങ്ങനെ ചോദിക്കരുത്. ഇല്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ലോട്ടോ. ഓരോന്ന് പറയും. എന്നാലും ബിരിയാണിയോട് ഇച്ചിരി ചായവുണ്ട്. അതുകൊണ്ട് ഞാൻ എഴുതിയതാണ്. ശരിയായിരിക്കും പോലും എനിക്ക് വിശ്വാസമില്ലായിരുന്നു. ഓക്കെ. ചേട്ടന്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് മൂമെന്റ് എഴുതിയില്ലേ രണ്ടുപേരും? ഓക്കെ. എന്താ ബെസ്റ്റ് മൊമെന്റ്? മിറ ഉണ്ടായതായിരിക്കും. ആണോ? അതാണ് ബെസ്റ്റ് മൊമെന്റ്. ഓക്കെ. രണ്ടുപേര് ബർത്ത്. ഞാൻ ഓർത്തതല്ല, ഞാൻ വീട് വെച്ച് എഴുതി. വീട് വെച്ചതാ. ഞാൻ ഓർത്തത് എഴുതാറ്. ഓക്കെ. അപ്പൊ മിറ ഉണ്ടായപ്പോ വളരെ ഭയങ്കര ഒരു കരയും. കാരണം എന്റെ കയ്യിലേക്കാണ് അവൾ ഉണ്ടായി വീണത്. അത് ഭയങ്കര ഒരു, സത്യം പറഞ്ഞാൽ ഞാൻ വലിച്ചെടുത്തു വേണം പറയാൻ. ഒരു നേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ. കോവിഡിന്റെ ടൈം ആയതുകൊണ്ട് ഫുൾ ഐസൊലേറ്റഡ് ആയിരുന്നു. അപ്പം ഞാനും നേഴ്സും കൂടിയാണ് ഗർഭം എടുത്തത്. അപ്പൊ അത് ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആയിരുന്നു. ഇപ്പോഴും ഉണ്ട്. ഞാൻ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പം പുള്ളിക്കാരി സ്ക്രീനിലൊക്കെ മോണിറ്റർ ചെയ്യാൻ പറയുമ്പോഴൊക്കെ ഞാനാണ് മോണിറ്റർ ചെയ്ത് വാല്യൂ ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരുന്നത്. അപ്പൊ ഞങ്ങളൊരു ടീം വർക്ക് ആയിരുന്നു. ഓക്കെ. അപ്പൊ മമ്മിക്ക് 3 പോയിന്റ്. ഓക്കെ, റെഡി. ഫേവറേറ്റ് കളർ? ഔസി ചേട്ടന്റെ ഫേവറേറ്റ് കളർ? ഫുഡ് ചോദിച്ച പോലെ ഇവന് വിശ്വസിക്കാൻ അവസരത്തിന് ഒതുവ് മാറും. അതുകൊണ്ട് ഞങ്ങളെ രൂപം വെച്ച് എഴുതുവാണ്. ഓക്കെ. എഴുതിയ രണ്ടുപേരും വൈറ്റ്. 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 ബ്ലാക്ക്. ഓക്കെ. പുറത്ത് ഇതുവരെ കാണിക്കാതെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ഹിഡൻ ടാലന്റ്. അങ്ങനെയൊന്നും ഉണ്ടോ നിനക്ക്? അമ്മ തന്നെ അത് പറയണം. അമ്മയാണ് അത് കണ്ടുപിടിച്ചതൊക്കെ. അല്ല, ഞാൻ പറയുന്നത് ചിലപ്പോ എന്റെ ടാലന്റ് ആയിട്ട് ബാക്കിയുള്ളവർ അംഗീകരിച്ചില്ല. അവരൊക്കെ ഹിഡൻ ടാലന്റ്. എന്താണ് ഹിഡൻ ടാലന്റ്? എൻ്റെ ഒരു ഹിഡൻ ടാലന്റ് എന്ന് പറയുന്നത് പാട്ടുകളായിരിക്കാൻ സാധ്യതയുണ്ട്. പാട്ട് പാടുന്നതാണോ? പാടും എന്നല്ല, എന്താ പറയാ, അതിന്റെ ബീറ്റ്സിനെയൊക്കെ ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം നിമിഷമൊക്കെ പാടുമ്പോഴായാലും ഒരു കുറച്ച് പിച്ച് മാറുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാനത് നോട്ടീസ് ചെയ്യാറുണ്ട്. അല്ല, ഞാൻ പാടുമെന്നല്ല പറയുന്നത്, പാട്ടുകളിലെ തെറ്റുകളൊക്കെ പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവുണ്ടെന്ന്
ഞാൻ വിശ്വസിക്കുന്നു ചിലപ്പോ അത് ഓക്കെ ഹിഡൻ ടാലന്റ് ആണ്. Yes. ഞാൻ സിംഗിങ് എന്നാണ് എഴുതിയത് ശരിക്കും പറഞ്ഞാൽ. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴാണ് പാടാൻ, ഞങ്ങൾ ഒരുമിച്ച് ഡിബേറ്റ് ഒക്കെ പാടാൻ തുടങ്ങിയായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. ശരി, എന്നിട്ടാണ് ഞാനാണ് അപ്പൊ എല്ലാരും പറയും നിമിഷം വന്നപ്പോഴാണ് ഞാൻ പാടാൻ തുടങ്ങിയതൊക്കെ. അല്ല പറയാറുണ്ട്. ഞാൻ പൊടിതട്ടി എടുത്താണ്, പക്ഷെ നല്ല സൗണ്ട് ആണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ പാടാൻ പാടാൻ താല്പര്യമില്ല, നല്ല സൗണ്ട് ആണ്. ഞാൻ രണ്ടുപേരും മമ്മി എന്താ എഴുതിയേ? ഞാൻ കോമഡി. ഇവൻ ഏത് സമയത്തും നമ്മളൊരു എന്തെങ്കിലും നമ്മൾ അവരോട് എന്തെങ്കിലും പറയുകയാണെങ്കിലും നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ പറയുകയാണെങ്കിലും ഈസി ആയിട്ട് അതിനൊരു മറുപടി, ഒരു തമാശ രീതിയിലൊരു മറുപടി അന്നേരം തിരിച്ചു പറയും. ഓക്കെ, അപ്പൊ ഒരു അരമാർക്ക് ഇവിടെ കൊടുക്ക. സിംഗിങ് എന്നത് പറഞ്ഞത് കൊടുക്കണം. ഹാപ്പിനെ കൊടുത്തേക്കാം. ഓക്കെ, ഇവളെന്നെ ആവശ്യത്തിൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഹിച്ചായന്റെ സൗണ്ട് മോഹൻലാലിന്റെ സൗണ്ട് പോലെ തന്നെയാ എന്നൊക്കെ പറഞ്ഞ ആവശ്യമില്ലാതെ എന്നെ പ്രോത്സാഹിപ്പിച്ച് പാട്ട് പഠിപ്പിക്കുന്ന ഒരു പാട്ട് പാടിപ്പിച്ചോട്ടോ, ഒറ്റ പാട്ടേ പാടിപ്പിച്ചോളൂ, ഇതുവരെ പാടിച്ചോളൂ.